കേട്ടില്ലാലും ഗുഡ് മോർണിംഗ്. ഒരാൾ മാത്രമേ കേട്ടോളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ പറഞ്ഞു എന്നുള്ളത്. സ്ക്വയർ ആണോ സ്ക്വയർ റൂട്ടാണോ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്? സ്ക്വയർ ആണോ അതെ സ്ക്വയർ റൂട്ടാണോ കഴിഞ്ഞ ദിവസം അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗം? സ്ക്വയർ റൂട്ട് തീർന്നില്ല. അല്ലാതെ ഒരു 2 മോഡൽ കണക്കൂടെ ഉണ്ട് നമുക്ക്. 2 ഒരു മോഡൽ കണക്കൂടെ ഉണ്ട് നമുക്ക് നോക്കാൻ. നമ്മളൊന്ന് അറിയില്ല നമുക്ക്. പക്ഷെ അതൊന്നും ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് അല്ലേ? കറക്റ്റായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഖ്യ നമ്മൾ ചെയ്ത് നോക്കിയത്. ഇനി നമുക്ക് കറക്റ്റ് റൂട്ട് കിട്ടൂല എന്ന് വെച്ചാൽ പോയിന്റുകൾ എന്ന സംഖ്യകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. അതുകൊണ്ട് നമുക്ക് നോക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കോണം. റൂട്ട് 66ന്റെ വില എത്ര? റൂട്ട് 66ന്റെ വില എത്ര? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ കഴിഞ്ഞ ദിവസം സ്ക്വയർ റൂട്ട് നമ്മൾ ഏതൊക്കെ കണക്ക് ചെയ്ത് 1681 ചെയ്തായിരുന്നോ? 1681 5776 5776 5776 ചെയ്താ? അഞ്ച് 7 7 6 ഓക്കെ. 4096 4096 4096 ചെയ്തില്ല. 13689 13689 14884 14884 ഓക്കെ. അപ്പം ഇതില്ല. അത് നമുക്ക് അതുകൂടെ ചെയ്തതിനു ശേഷം പോവാം. അതായത് 3 കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്ത് നമുക്ക് പോവാം കേട്ടാ. സ്ക്വയർ റൂട്ട് നേടിക്ക് എടുക്കുക. 11 ചെറിയിക്കോ 4096 റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചാണ്. നിങ്ങൾക്കുള്ള ജോലിയാണ്. 4096 റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഗവൺമെന്റ് നോക്കട്ടെ. പെട്ടെന്ന് കണ്ടുപിടി. ഇത്രയും സമയമൊന്നും വേണ്ട, പെട്ടെന്നായിട്ട്.
ഞാൻ ഒന്നുകൂടെ പറയുകയാണോ എന്നുള്ളത് എസ് അടിച്ചാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരണം എന്നുള്ള ഒരു എസ് എന്ന് അടിച്ചേ. ഒന്നുകൂടി പറഞ്ഞു തരണം എന്നുള്ള ഒരു എസ് അടിച്ചേ. ഒന്നുകൂടെ പറഞ്ഞു തരണം. ഓക്കെ, നോക്കിയുള്ള നമുക്ക് ആലോചിക്കേണ്ട കേസ്. ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സംഖ്യകളാണെങ്കിൽ നോക്കുക, എല്ലാത്തിനെയും അവസാന നമ്പർ നമ്മൾ ഓർത്ത് ചെയ്യണം. ഇപ്പൊ 1 അവസാനിക്കുന്നതും അതേപോലെ 9 അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 1 ആയിരിക്കും. 2 8 അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 4 ആയിരിക്കും. 3 7 അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 9 ആയിരിക്കും. 4 6 അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 6 ആയിരിക്കും. 5 അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ ആ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നുവെച്ചപ്പോ എത്രയാണ്? 1ന്റെ സ്ക്വയർ എത്ര? 1. 9ന്റെ സ്ക്വയർ എത്ര? 81. അവസാനത്തെ അക്കം ഏതാണ്? 1 ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ലാസ്റ്റ് നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ടത്. 1ലും 9ലും അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 1 ആയിരിക്കും. 1ലും 9ലും അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ 2ലും 8ലും അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 4 ആയിരിക്കും. അതേപോലെ 3ലും 7ലും അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 9 ആയിരിക്കും. അതേപോലെ 4ലും 6ലും അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 6 ആയിരിക്കും. അതേപോലെ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറിന്റെ അവസാനം എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് ഇതാക്കി വരാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ എന്താണ്? ഏറ്റവും അവസാനത്തെ 2 സംഖ്യകളെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അതേപോലെ ആദ്യത്തെ ബാക്കി വന്ന് എന്താക്കുക? ഒരു ഗ്രൂപ്പാക്കി മാറ്റുക അല്ലെ? അവസാനത്തെ 2 അക്കങ്ങൾ എന്താക്കി മാറ്റുക? ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ അല്ലയോ? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഏറ്റവും അവസാനത്തെ 2 അക്കങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റുക. ഓക്കെ, ഗ്രൂപ്പാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ജോലി എന്താണ്? ഗ്രൂപ്പാക്കി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യ നോക്കുക. ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? ഇവിടെ 40 ആണല്ലേ? 496. അവസാനം 2 സംഖ്യകൾ ഗ്രൂപ്പാക്കി തിരിച്ചു കഴിഞ്ഞാൽ ബാക്കി സംഖ്യ എത്രയാണ്? 40. 40ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതെന്ന് നോക്കുക. 40ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതെന്ന് നോക്കുക. ഏതാണ് സ്ക്വയർ? 40ന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സ്ക്വയർ ആലോചിച്ച് നോക്കി. 40ന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സ്ക്വയർ ഏതിന്റെ സ്ക്വയർ ആണ്? 40 എന്ന സംഖ്യയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സ്ക്വയർ ഏതാണ്? 6 ആണ് അല്ലേ? 6. ഇനി നമ്മൾ അത് ചിന്തിക്കേണ്ട കാര്യം എന്താണ് പറഞ്ഞത്? ഏറ്റവും ലാസ്റ്റ് നമ്പർ നോക്കുക അല്ലേ? അതിനുശേഷം ഏറ്റവും അവസാനത്തെ സംഖ്യ നോക്കുക. 6 വരുന്ന സംഖ്യ ഇവിടെ ഏതുണ്ട്? 4 അല്ലെങ്കിൽ 6 വരാം അല്ലെ? 4 അല്ലെങ്കിൽ 6 വരാം. അതാണ് ആലോചിക്കേണ്ടത്. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ഇത് ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? അടുത്ത പോയിന്റ് എങ്ങനെയായിരുന്നു? ആറിന്റെ തൊട്ടടുത്ത സംഖ്യ ഇവിടെ 6ന്റെ സ്ക്വയർ ആണ് 40 തൊട്ടടുത്തിരിക്കുന്ന 6ന്റെ തൊട്ടടുത്ത സംഖ്യയായ 7 കൊണ്ട് ഗുണിച്ചു നോക്കുക. ഗുണിച്ച് കിട്ടുന്ന ഉത്തരം വലുതാണെങ്കിൽ ഏത് സംഖ്യ എടുക്കുക? ചെറിയ സംഖ്യ എടുക്കുക. ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക? വലിയ സംഖ്യ എടുക്കുക. ഇങ്ങനെയല്ലേ പറയുന്നത്? ഈ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഏതാണ്? നമ്മൾ ആ സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ ചെറിയ സംഖ്യ എടുക്കണം. ചെറുതാണെങ്കിൽ ഏതെടുക്കണം? വലിയ സംഖ്യ. നേരെ ഓപ്പോസിറ്റ് ആലോചിക്കാൻ പറഞ്ഞല്ലേ? അതേപോലെ ആലോചിക്കണം. 6 42 ആണ്. അപ്പൊ വലിയ സംഖ്യ നമുക്ക് ഗുണിച്ച് കിട്ടിയത്. അതുകൊണ്ട് അത് ഏത് സംഖ്യ എടുക്കണം? ചെറിയ സംഖ്യ എടുക്കണം. ചെറിയ സംഖ്യ എടുക്കുമ്പോ ആൻസർ എത്ര വരും? 64 എന്ന് വരും. ക്ലിയർ ആയോ? ഈ പോയിന്റ് ആണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 6ന്റെ തൊട്ടടുത്ത സംഖ്യ 7 എടുക്കുക. 6 × 7 എത്ര? 42 അല്ലേ? ആ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ നമ്മൾ ആദ്യം എടുത്ത ഗ്രൂപ്പിനേക്കാൾ വലുതാണെങ്കിൽ, ഫസ്റ്റ് എടുത്ത 2 സംഖ്യയുടെ ഗ്രൂപ്പിനേക്കാൾ വലുതാണെങ്കിൽ എന്തെടുക്കുക? ചെറിയ സംഖ്യ എടുക്കുക. ചെറുതാണെങ്കിൽ എന്തെടുക്കുക? വലിയ സംഖ്യ എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 6 × 42 വലിയ സംഖ്യ കിട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ചെറിയ സംഖ്യ എടുക്കുക. 64. അപ്പൊ നമ്മുടെ 4090 സ്ക്വയർ റൂട്ട് എത്രയാണ്? 64 ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇവിടെ നോക്കിയേ. ചോദ്യം ചെയ്തോ.
സിമ്പിൾ ചോദ്യം, പെട്ടെന്ന് ചെയ്താണ്. 1444. 1444. പെട്ടെന്ന് ചെയ്തേ. അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി ചെയ്യാൻ നമുക്ക്. ആദ്യം അവസാന രണ്ട് സംഖ്യകളെ ഗ്രൂപ്പ് ആക്കുക, ബാക്കിയുള്ള സംഖ്യയുടെ തൊട്ടടുത്തിരിക്കുന്ന സ്ക്വയർ ഏതെന്ന് നോക്കുക. ശിവാച്ചു 93 93 കണ്ടുപിടിച്ച് നോക്കിയാണ് ഈ ആൻസർ കിട്ടോ നോക്കിയേ. ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഇപ്പൊ ആൻസർ ചെയ്താൽ 3 പേര് എന്റെ വീട്ടിൽ നോക്കി. നാല് പേരേ ഉള്ളൂ, ബാക്കി ഒരു 10-20 പേരും കൂടെ ഉണ്ട്. പെട്ടെന്നാവട്ടെ, തെറ്റിയാലും കുഴപ്പമില്ല, ഇങ്ങനൊന്നും പറയില്ല. പെട്ടെന്നോട്ട് ആൻസർ പറഞ്ഞാണ്. ഞാൻ തന്നെ ചെയ്യാം, നോക്കുക. അവസാന രണ്ട് സംഖ്യകളെ ഗ്രൂപ്പ് ആക്കുക, 44. ബാക്കിയുള്ള സംഖ്യ നോക്കുക. ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 14 ആണല്ലേ. 14ന്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ക്വയർ ഏതാണ്? എല്ലാ ആൻസർ 14ന്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ക്വയർ ഏതാ? പറ. 14ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതാ? 14 എന്ന സംഖ്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ 14 എന്ന സംഖ്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതാണ്? 3ന്റെ സ്ക്വയർ ആണല്ലേ. 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആൻസറിന്റെ തുടക്കം എത്രയായിരിക്കും? 3-ലായിരിക്കും തുടക്കം. 3-9 അല്ലേ. 14ന്റെ തൊട്ടടുത്ത സ്ക്വയർ ഏതാണ്? 3 ആണ്. 4 ആയി കഴിഞ്ഞാൽ എത്രയായി മാറും? 16 ആയിട്ട് മാറും. അപ്പൊ 3 ആണ് സ്ക്വയർ. ഓക്കെ, അപ്പൊ 3ന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നോക്കാം, അവസാനത്തെ സംഖ്യ ഏതാണ്? ലാസ്റ്റ് നമ്പർ ഏതാണ്? 4. അപ്പൊ 4 ആപ്പത് ഏതൊക്കെ സംഖ്യകൾ വരാം? ഏതൊക്കെ സംഖ്യകൾ വരാം? 4 ആണെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ വരാം? അവസാനത്തെ അക്കം 4 ആയി കഴിഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ വരാം? ഏതൊക്കെ സംഖ്യകൾ വരാം? 1 9 ആണോ? 2 8 ആണോ? 3 7 ആണോ? 4 6 ആണോ? അത് 5 ആണോ? അവസാനത്തെ അക്കം 4 ആയി കഴിഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ വരാം? അതെ, 2 അല്ലെങ്കിൽ 8 അല്ലേ. ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 8 വരാം. ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞ എന്താണ്? ഇവിടെ നമ്മൾ എടുത്ത സ്ക്വയറിന്റെ 3 ആണ്. 3ന്റെ തൊട്ടടുത്ത സംഖ്യ 4 കൊണ്ട് ഗുണിച്ചു നോക്കുക. ഗുണിച്ചു കിട്ടുന്ന ഉത്തരം വലുതാണെങ്കിൽ ചെറിയ സംഖ്യ എടുക്കുക, ചെറുതാണെങ്കിൽ വലിയ സംഖ്യ എടുക്കുക അല്ലെ. ഇപ്പൊ 3 × 4 12 ആണ്. 14നേക്കാൾ 12 എന്താണ്? ചെറുതാണ്. ചെറുതാണെങ്കിൽ നമ്മൾ ഏത് സംഖ്യ എടുക്കുക? വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യ എടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? 38 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 38 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ബാക്കിയുള്ളത് ക്ലിയർ ആയാലും പറയാം.
പെട്ടെന്ന് ചെയ്താണ് 2116. പെട്ടെന്ന് ചെയ്തേ. റൂട്ട് ഓഫ് 2116. പെട്ടെന്നോടം ചെയ്യും. രണ്ടുപേരെ ആൻസർ ചെയ്യല്ലോ. ബാക്കിയുള്ളവരോട് പോയി. ഒരു ഭവ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഭവ്യ, ഒരു ദേവിക. ഇതിന് രണ്ടുപേർക്ക് ഉത്തരം തെറ്റിപ്പോയി. ഇതുവരെ എഴുതിയാൽ രണ്ടുപേർക്ക് ഉത്തരം തെറ്റിപ്പോയി. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചോളുക. ആദ്യം അവസാന രണ്ട് സംഖ്യകൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ബാക്കിയുള്ള സംഖ്യകൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക അല്ലെ. ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 21 21ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതാണ്? സ്ക്വയർ 4 4 4 16 ആണല്ലേ. 5 5 25 അപ്പൊ 4 ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ആണ്. 4 എടുത്ത് എഴുതുക. അതിനുശേഷം അവസാനത്തെ അക്കം നോക്കുക. അവസാനത്തെ അക്കം എത്രയാണ് വന്നിരിക്കുന്നത്? 6 വന്നിരിക്കുന്നത്. 6 ആയതുകൊണ്ട് ഏത് വരാം? ഒന്നുകിൽ 4 വരാം, ഇല്ലെങ്കിൽ 6 വരാം. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ഇതുവരെ എല്ലാവർക്കും ഈ തെറ്റിയവർക്കെല്ലാം ശരിയായിട്ടുണ്ട്. ബാക്കി ഈ തെറ്റിയെന്ന് പറഞ്ഞാൽ അവസാനത്തെ ഭാഗം എടുത്തപ്പോഴാണ് തെറ്റിയത്. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഈ 4 എടുക്കുക. 4ന്റെ തൊട്ടടുത്ത സംഖ്യ നോക്കുക. 5 അല്ലെ. 4 അതിന്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 5 ആണ്. അപ്പൊ 4 × 5 എത്ര? 20. 4 × 5 എടുത്ത 20. ഇനി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ നമ്മൾ തന്നിരിക്കുന്ന ഫസ്റ്റ് സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ വലിയ സംഖ്യ എടുത്തോണം. അതേപോലെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ വലുതാണെങ്കിൽ ചെറുത് എടുത്തോണം. ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് ചെയ്യാം? തിരിച്ചാണ് വരേണ്ടത്. ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ചെറുതാണെങ്കിൽ വലുതെടുത്തോണം, വലുതാണെങ്കിൽ ചെറുതെടുത്തോണം. അപ്പൊ 4 × 5 എത്ര? 20 ആണ്. 21 വെച്ച് നോക്കുമ്പോ സംഖ്യ എത്രയാണ്? ചെറുതാണ് അല്ലേ. ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വലിയ സംഖ്യ എടുക്കുക. അപ്പൊ ആൻസർ എത്രയാണ്? 46 ആണ് ആൻസർ. അപ്പൊ 2116ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 ആണ്. ക്ലിയർ ആയോ? ഒരെണ്ണം കൂടെ ഇടുകയാണ്. കറക്റ്റ് വേഷം എനിക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടണം. ഏഴായിരത്തി 921ന്റെ സ്ക്വയർ റൂട്ട്.
ഓക്കെ, എല്ലാവർക്കും ശരിയാണ് ഉത്തരം. 89 ഉത്തരം, ശരി തന്നെയാണ്. നോക്കണ്ട 82. ആര്? ശിവ. ആൻസർ തെറ്റിപ്പോയല്ലോ. അതോടെ നോക്കിയേ, ചെക്ക് ചെയ്ത് നോക്കിയേ. അവസാന സംഖ്യയുടെ ഗ്രൂപ്പ് ആക്കുക. ആദ്യത്തെ സംഖ്യ നോക്കുക 79. 79 അടുത്തിരിക്കുന്ന സംഖ്യ ഏതാണ്? 8 8 64 9 9 81 അല്ലേ? അപ്പൊ 8 ആണ് വരേണ്ടത്. 8ന്റെ സ്ക്വയർ ആണ് അടുത്ത് നിൽക്കുന്ന സംഖ്യ. അതിനുശേഷം നോക്കുക അവസാനത്തെ സംഖ്യ 1 ആണ്. അതുകൊണ്ട് ഒന്നുകിൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം. ഒന്നുകിൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം. ശിവ ഒന്നുകൂടെ നോക്കണം കേട്ടാ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറഞ്ഞാൽ 8. 8ന്റെ തൊട്ടടുത്തിരിക്കുന്ന സംഖ്യ ഏതാണ്? 8ന്റെ തൊട്ടടുത്തിരിക്കുന്ന സംഖ്യ ഏതാണ്? 8 കഴിഞ്ഞാൽ 9 അല്ലേ? 9 8 എത്ര? 72. 8 9 72. 79 72. നോക്കുക, കിട്ടി കുളിച്ചിട്ട സംഖ്യ എന്താണ്? ചെറുതാണ് അല്ലേ? ചെറുതായതുകൊണ്ട് ഏത് സംഖ്യ എടുക്കണം? വലിയ സംഖ്യ എടുക്കണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? നമുക്ക് 89 കിട്ടും. ആൻസർ എത്ര കിട്ടും? 89 കിട്ടും. ഇത് ശ്രദ്ധിച്ചോളാം. തന്നിരിക്കുന്ന അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയറുകളായാൽ മാത്രമേ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടാ. അല്ലാതെ ചിലപ്പോ ഇങ്ങനെ നമ്മള് ഈ മെത്തേഡ് ഉപയോഗിച്ചുള്ളതിൽ കിട്ടത്തില്ല ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാവും? ഈ റൂട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാവും? കണ്ടുപിടിക്കാവും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ രണ്ട് കണക്കുകൾ ഞാൻ തരികയാണ്. അതിനുശേഷം നമുക്ക് ഈ കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ടാണ് നമുക്ക് എന്ത് നിർത്താം. പതിമൂവായിരത്തി 689 14,884. പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. പതിമൂവായിരത്തി 689 14,884. എന്താ കിട്ടിയില്ലേ? ആദ്യത്തെ ആൻസർ എത്രയുണ്ട്? ആദ്യത്തെ ആൻസർ എത്രയുണ്ട്? ആൻസർ പറഞ്ഞാൽ ഒന്നാമത്തെ ആൻസർ നോക്കിയാണ്. ഷാനെ ഒന്നാമത്തെ ആൻസർ തെറ്റിപ്പോയേ. ആദ്യം നോക്കേണ്ടത് അവസാനത്തെ രണ്ട് സംഖ്യകളെ മാറ്റുക അല്ലെ? അവസാന രണ്ട് സംഖ്യകൾ എന്ത് ചെയ്യാ? മാറ്റുക. അവസാന രണ്ട് സംഖ്യകൾ എത്രയാണ്? 89 ആണ് അല്ലെ? ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 136.
136ന്റെ തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ ഏതിന്റെ സ്ക്വയർ ആണ്? 136ന്റെ തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ അഖില ശരി തന്നെയാണ്. 136ന്റെ തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ 10ന്റെ സ്ക്വയർ 100 അല്ലേ? 11ന്റെ സ്ക്വയർ 121, 12ന്റെ സ്ക്വയർ 144. അപ്പൊ ഏതാണ് സ്ക്വയർ നിൽക്കുന്നത്? അടുത്തേക്കുന്ന ഏതാണ്? ഏത് സ്ക്വയർ അടുത്തേക്കുന്നത്? ആലോചിച്ചേ. ഞാൻ ആൻസർ പറഞ്ഞുള്ളൂ. 136ന്റെ ഏറ്റവും അടുത്തേക്കുന്ന സ്ക്വയർ ഏതാണ്? 11 ആണ്. ദേവിക 12 ആണ്. 12ന്റെ സ്ക്വയർ എത്ര ദേവിക? എല്ലാവരും ദേവിക മാത്രം ആൻസർ പറഞ്ഞ 12ന്റെ സ്ക്വയർ എത്ര ദേവിക? 12ന്റെ സ്ക്വയർ പറഞ്ഞേ. ഒരു പോയാ ദേവിക 12ന്റെ സ്ക്വയർ മാത്രം എന്ന് പറഞ്ഞു വിട്ടെന്ന്. 144. 136നെക്കാളും വലുതാണോ ചെറുതാണോ? അത് വലുതല്ലേ. അപ്പൊ ഏത് മാത്രമേ എടുക്കാവൂ? 11 മാത്രമേ എടുക്കാവൂ. നമ്മൾ അടുത്ത് നിൽക്കുന്ന 136 വലുതായിട്ട് പോകരുത്. അത് തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയറേ എടുക്കാവൂ കേട്ടാ. അപ്പൊ ഇവിടുത്തെ സ്ക്വയർ വേണം 11 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ് അവസാന സംഖ്യ 9. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ വരാം? മാച്ചിറങ്ങിയാണ്, മനഃപൂർവ്വം മാച്ചിറങ്ങിയതാണ് അടുത്ത ഭാഗം. ആലോചിച്ച് നോക്കിയേ. അവസാന നമ്പർ 9 ആയി കഴിഞ്ഞാൽ ഏതിന്റെയൊക്കെ സ്ക്വയറുകൾ വരാം? 9 ആയി കഴിഞ്ഞാൽ ഏതൊക്കെ സംഖ്യയുടെ സ്ക്വയർ വരാം? ഏതൊക്കെ രണ്ട് നമ്പറാണ് 9 എന്ന് കഴിഞ്ഞാൽ? 3 അല്ലെങ്കിൽ 7. 3 അല്ലെങ്കിൽ 7. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ് അടുത്ത പോയിന്റ് എന്താണ്? ആദ്യം നമ്മൾ മാറ്റി രണ്ട് സംഖ്യ കഴിയുന്ന ബാക്കിയുള്ള സംഖ്യ നോക്കുക. 11 തൊട്ടടുത്ത സംഖ്യ ഏത്? 11 തൊട്ടടുത്ത സംഖ്യ നിങ്ങൾ ഉറങ്ങണാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നത്. 11 തൊട്ടടുത്ത സംഖ്യ ഏതേ? 12. 11 × 12 എത്ര? 132 അല്ലേ? 11 × 12 എത്ര? 132. ഗുണിച്ച് കിട്ടിയ സംഖ്യ വലുതാണോ ചെറുതാണോ? വലുതാണോ ചെറുതാണോ? ഗുണിച്ച് കിട്ടിയ സംഖ്യ ചെറുതാണല്ലേ? ചെറുതായതുകൊണ്ട് നമ്മൾ ഏത് എടുക്കുക? തന്നിരിക്കുന്നതിന് വലിയ സംഖ്യ എടുക്കുക. അപ്പൊ എത്ര ആൻസർ? 117. ആൻസർ എത്രയാണ്? 117 ആണ്. നോക്കിയേ ബാക്കിയുള്ളവര് അവസാനം രണ്ട് സംഖ്യ ഗ്രൂപ്പ് ആക്കുമ്പോ 84 തെറ്റും, ബാക്കി 148. തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ ഏതാണ്? 12ന്റെ സ്ക്വയർ അല്ലേ? 144 അല്ലേ? 12ന്റെ സ്ക്വയർ ആണ് തൊട്ടടുത്തേക്കുന്നത്. 144 വരും. അന്വേഷിച്ച് നോക്കേണ്ട. അവസാന സംഖ്യ 4 ആണ് വന്നത്. അതുകൊണ്ട് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8 വരാം. ഇനി നോക്കേണ്ട പോയിന്റ് 12 × 13 എത്ര നോക്കുക? 12 × 13 എത്ര നോക്കുക? എത്രയാണ് 12 × 13? ചെയ്ത് നോക്കാം അല്ലെ? ഡോക്ടർ ചെയ്ത് നോക്കുക. 12 × 13 എത്ര? 3 2 6, 1 3 3, 1 2 2, 1 1, 6 5 1, 156 കിട്ടും. അപ്പൊ ഗുണിച്ച് കിട്ടിയ സംഖ്യ എന്താണ്ട്? വലുതാണ് അല്ലെ? ഗുണിച്ച് കിട്ടിയ സംഖ്യ എന്താണ്? വലുതാണ്. വലുതായിട്ട് നമ്മൾ ഏത് സംഖ്യ എടുക്കുക? ചെറിയ സംഖ്യ എടുക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 122 എന്ന് കിട്ടും. 122 എന്ന് കിട്ടും. താഴെ ചെക്ക് ചെയ്ത് നോക്കേണ്ട എത്രയേ ഉള്ളൂ. അതെന്താ കിട്ടും? ഞാൻ ഒരാളെ കുറച്ച് ചെയ്ത് കാണിച്ചു തരാം. പുതിയൊരു കണക്കൊന്നുകൂടെ പറഞ്ഞുതരാം. $13,486 അതിന്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ട. ഡൗട്ടുള്ള ആൾക്ക് നോക്കിയോടെ. അവസാനത്തെ രണ്ട് സംഖ്യകളെ ഗ്രൂപ്പ് ആക്കുക. അവസാനം രണ്ട് സംഖ്യകളെ പറ്റിയാണ് 56 ആണ്. അവസാനം രണ്ട് സംഖ്യ എത്ര? 56. അടുത്ത് ശ്രദ്ധിക്കേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യ നോക്കുക. ബാക്കിയുള്ള സംഖ്യ എത്ര? 134.
അവസാനം രണ്ട് സംഖ്യ മാത്രം ഗ്രൂപ്പ് ആക്കുക, ബാക്കിയുള്ള സംഖ്യ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയത് എത്രയാണ്? 134. 134 തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ ഏതാണ്? അടവട്ടുള്ള മാൾ മാത്രം ഒന്നുകൂടെ പറയാൻ മാത്രം പറയുക. 134ന്റെ തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ ഏതാണ്? 11ന്റെ സ്ക്വയർ ആണ് അല്ലേ? 11ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എഴുതുക 11. 11 സ്ക്വയർ 121 ആണ്. അതാണ് നമുക്ക് 134ന്റെ ഏറ്റവും അടുത്തേക്കുന്ന സംഖ്യ. 11. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, അവസാനത്തെ സംഖ്യ 6 വന്നു. 6 വന്നു കഴിഞ്ഞാൽ വരേണ്ട സ്ക്വയറുകൾ ഏതൊക്കെയാണ്? 6 എന്ന സംഖ്യ വരുന്ന സ്ക്വയറുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വരാം? ആലോചിച്ച് നോക്കി. 6 തുടങ്ങിയ ഏതൊക്കെ സംഖ്യയുടെ സ്ക്വയറുകൾ വരാം? 6 അല്ലെങ്കിൽ 4 അല്ലേ? 6 അല്ലെങ്കിൽ 4. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ 4 വരാം അല്ലെങ്കിൽ 6 വരാം. ഒന്നുകിൽ 4 വരാം അല്ലെങ്കിൽ 6 വരാം. ഇനി ആലോചിക്കുന്ന കേസ് എത്രയേ ഉള്ളൂ? 11 ഇൻറ്റു തൊട്ടടുത്ത സംഖ്യയായ 12 ഗുണിച്ചു നോക്കുക. ഗുണിക്കുമ്പോ എത്ര കിട്ടും? 132 കിട്ടും. ഓക്കെ ആണല്ലോ? 132 ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ചെറുതാണെങ്കിൽ, നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ വലിയ സംഖ്യ എടുക്കുക, വലുതാണെങ്കിൽ ചെറിയ സംഖ്യ എടുക്കുക. ഇവിടെ ഗുണിച്ചിട്ട് സംഖ്യ 132 ആണ്, ഇവിടെ 134 ആണ് വന്നിരിക്കുന്നത്. ചെറിയ സംഖ്യയാണ് അല്ലേ? ചെറിയ സംഖ്യയാണ്. എന്ത് ചെയ്യുക? വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? 116 കിട്ടും ആൻസർ. ആൻസർ കിട്ടും 116 കിട്ടും. ക്ലിയർ ആയോ? ചെയ്തൊക്കെയാണ്. നൂറ്റി 123. ശരിയായ ഉത്തരം കറക്റ്റ് തന്നെയാണ്. 123 ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് അവസാന രണ്ട് സംഖ്യ ഗ്രൂപ്പ് ആക്കാം. 29 കിട്ടും. 29 ആദ്യത്തെ സംഖ്യ 151 തൊട്ടടുത്തേക്കുന്ന സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ആണ്. അവസാനം നമ്പർ 9 ആയതുകൊണ്ട് ഒന്നുകിൽ 3 വരും അല്ലെങ്കിൽ 7 വരും. അടുത്ത 12 × 13 156 ആണ്. ഗുണിച്ച് കിട്ടിയ സംഖ്യ എന്താണ്? വലുതാണ്. വലുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ സംഖ്യ എടുക്കുക. ചെറിയ സംഖ്യ ആകുമ്പോൾ എത്ര വരും? 123 ഒരു ആൻസർ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ അല്ലയോ?
അപ്പൊ ഞാൻ 120 ആൻസർ കിട്ടി. സിമ്പിളാണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞേ ഉള്ളൂ. നമുക്ക് എന്നാൽ ചില സംഖ്യയുടെ റൂട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? കാരണം എന്താണ്? താഴെ നോക്കിക്കോളാം. റൂട്ട് 66 കണ്ടുപിടിക്കാൻ പറ്റുമോ? റൂട്ട് 66ന്റെ വില, റൂട്ട് 66ന്റെ വില നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ആണ് 66 എന്നുള്ളത്. ആണോ അല്ലയോ? 66 സ്ക്വയർ ആണോ ഏതെങ്കിലും സംഖ്യയിലെ? ഞങ്ങൾക്ക് 1 തൊട്ട് 10 സ്ക്വയർ ഇറങ്ങിയിടേ. 66 ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആണോ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആണോ? അല്ല. എന്നാൽ നമുക്ക് ഇതിന്റെ വില ഏകദേശം ഒരു വില കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പറയുന്ന പോയിന്റ് 9ാം ക്ലാസ്സിലായിട്ട് യൂസ് ചെയ്തതായത് 9ാം ക്ലാസ്സുകാർക്ക് അവർക്ക് വേറൊരു മെത്തേഡ് പഠിക്കാനുണ്ട്. നമുക്ക് എന്തായാലും ചില സാഹചര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി മാത്രം, ഏകദേശ വില ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് 9ാം ക്ലാസ്സുകാർക്ക് ആ ന്യൂ നമ്പേഴ്സ് ഒന്ന് ചാപ്റ്ററിനകത്ത് റൂട്ട് 2, റൂട്ട് 3 ഇവയുടെ വില വെച്ചിട്ട് ബാക്കിയുള്ള വില കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിച്ചു വേണം. ഞാൻ പറയുന്നത് ഇതിന്റെ ഏകദേശ വില നമുക്കൊന്ന് അറിയണം. ഈ റൂട്ട് 66ന്റെ ഏകദേശ വില അറിയാൻ വേണ്ടി, പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കണ്ടുപിടിക്കാനുള്ള കുറച്ച് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്ത് ഓർത്ത് വെച്ചോളൂ. അത്രയും മാത്രം മതി. ഓക്കെ, റൂട്ട് 66ന്റെ വില കണ്ടുപിടിക്കാൻ രീതി ഇത് എത്രയേ ഉള്ളൂ. 66ന്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ക്വയർ ഏതാണ്? 66ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ, 66 എന്ന സംഖ്യയോട് കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതാണ്? 66 എന്ന സംഖ്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ക്വയർ 8 ആണ് അല്ലേ? വെരി ഗുഡ്, 8 ആണ്. 8 നമുക്കറിയാം. ഇവിടെ ആൻസർ താഴോട്ട് എഴുതുകയാണ്. 8 ആണ്. 8ന്റെ സ്ക്വയർ നമുക്ക് എത്രയെന്ന് അറിയാം? 64 ആണ്. 8ന്റെ സ്ക്വയർ നമുക്ക് എത്രയെന്ന് അറിയാം? 64 ആണ്. അപ്പൊ ആദ്യത്തെ ആൻസർ 8 എന്ന് എഴുതുക. 8 വരെ കറക്റ്റ് ആയി. ഇനി നമുക്ക് ഇടുന്ന ആൻസർ 8 പോയിന്റ് എത്രയോ ആണ്. 8 പോയിന്റ് ഏതോ സംഖ്യ വരും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ സ്ക്വയർ ഒക്കെ 8ന്റെ സ്ക്വയർ 64. ഓക്കെ, ക്ലിയർ ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ്? 66 ആണ് അല്ലേ? ജോലി ഇതാണ്. 66 മൈനസ് നമ്മളിപ്പോ കണ്ടുപിടിച്ച സംഖ്യയുടെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. 66 മൈനസ് 64 ഭാഗം നമ്മുടെ ഏതിന്റെ സ്ക്വയർ ആണ്? 64. ഇപ്പൊ കണ്ടുപിടിച്ച സംഖ്യ ഏതാണ്? 8 ആണ് അല്ലേ? അതിന്റെ അതേ ഇൻറ്റു 2. 8 ഇൻറ്റു 2 ഇത് നോക്കാം. 66 64 കുറച്ച് എത്ര കിട്ടും? 2 കിട്ടും. 2/8 ഇൻറ്റു 2. ഈ മുകളിൽ താഴെ 2 നമുക്ക് 2 എന്ത് ചെയ്യാം? വെട്ടിക്കളയാം അല്ലേ? വെട്ടിക്കളയുമ്പോ നമുക്ക് എത്ര കിട്ടും? ആൻസർ 1/8 കിട്ടും. ആൻസർ എത്ര കിട്ടും? 1/8 കിട്ടും. 1/8ന്റെ വില എത്ര ഉണ്ട്? പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാണ്. 1/8 എത്ര കണ്ടുപിടിച്ചേ? 1/8 കിട്ടിയാ? 0.125 കിട്ടിയാ? 1/8 എന്നുള്ളത് 0.125 കിട്ടിയാ? 1/8 എന്നുള്ളത്
1/5 കവിയ ഒന്നുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് വെക്കണം. 1/8 എത്രയാണ്? അതാണ് ഞാൻ വായിച്ചു വെച്ചേക്കുന്നത്. 1 വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പൊ അന്ന് പോയിന്റ് ഇട്ട് കൊടുക്കണം. വേറെ സംഖ്യകളൊന്നുമില്ല. അതുകൊണ്ട് പോയിന്റ് ഇട്ടൊക്കെ ഒരു 0 ഇട്ട് കൊടുക്കാം. 10 8 ഭാഗത്ത് എത്ര? 2. 2 0 ആവും. 2 ഒരേ ആൻസർ കിട്ടി. സഞ്ജിന ഷൈജു തെറ്റി. 20 20 2 പ്രാവശ്യം 16 40 4 വരും ഒരു 0 40 ആയി. 5 8 40. ആൻസർ എത്ര കിട്ടും? 0.12 കിട്ടും. നമുക്ക് അവസാന നമ്പർ ഇടാ. അത് 2 സംഖ്യ മാത്രം എടുക്കുക. 8.12. അതാണ് നമ്മുടെ ആൻസർ. ഇപ്പൊ റൂട്ട് 66ന്റെ ഏകദേശ വില എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 8.12 ആയിരിക്കും. 8.12 ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വില ചെക്ക് ചെയ്ത് നോക്കാം. ഈ റൂട്ട് 66ന്റെ കറക്റ്റ് ആയിട്ടുള്ള വില ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. റൂട്ട് 66ന്റെ കറക്റ്റ് ആയിട്ടുള്ള വില എത്രയാണ്? 8.124038 ഇങ്ങനെ നീണ്ടിട്ട് പോകും. ഇതാണ് റൂട്ട് 66ന്റെ കറക്റ്റ് ആയിട്ടുള്ള വില. എത്രയാണ്? 8.124038 അങ്ങനെ നീണ്ടു വയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമില്ല. നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ ഏകദേശ വില എത്ര? 8.12 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഏത് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശ വില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അത്ര മാത്രമേ ഞാൻ എന്ത് ചെയ്തുള്ളൂ പറഞ്ഞോളൂ. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണ്ട. നിങ്ങൾക്ക് അത്രയും വലിയ കണക്കൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് നോക്കുക. ഓക്കെ, ഒരു ചോദ്യം നോക്കാം. റൂട്ട് 56ന്റെ വില. റൂട്ട് 56ന്റെ വില നമുക്ക് ഇപ്പോഴും പറയണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള വില കിട്ടുന്ന ഏകദേശം ഒരു വില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. റൂട്ട് 56 ഏത് സംഖ്യ ആയിരിക്കും? 7 പോയിന്റ് ഒരു സംഖ്യ വരും. നോക്കാം. 56 തൊട്ടടുത്ത റൂട്ട് ഏതാണ്? 7 ആണ്. 7 7 49 അല്ലേ? 7 7 49. അപ്പൊ എടുക്കണേ 7 സ്ക്വയർ സമയം 49. അപ്പൊ 7 പോയിന്റ് ഏതോ ഒരു സംഖ്യ വരും. 7 പോയിന്റ് എന്ത് ചെയ്യും? ഏതോ സംഖ്യ വരും. നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കേണ്ട ജോലി ഇതാണ്. ആദ്യം ചെയ്യുക 56 മൈനസ് 49. 56 മൈനസ് 49 കണ്ടുപിടിക്കുക. അതിനുശേഷം എത്ര കണ്ടുപിടിക്കുക? 7 ഇൻറ്റു 2. 56 മൈനസ് 49 അതിനുശേഷം എത്ര? 7 ഇൻറ്റു 2. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 56 49 വെച്ച് എത്ര കിട്ടും? അഖില സതീഷേ കറക്റ്റായിട്ട് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയല്ലേ? 56 49 വെച്ച് എത്ര കിട്ടും? അഖില 56 49 വെച്ച് എത്ര കിട്ടും? ഇവിടെ 7 കിട്ടും. 7/7 ഇൻറ്റു 2. 7 7 വെട്ടിക്കളയാം. ബാക്കി എത്ര കിട്ടും? 1/2 കിട്ടും.
1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 5 ആൻസർ. 0.5 അപ്പൊ 7.5 അതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് കിട്ടുന്ന ഉത്തരം 7.5 കിട്ടും. ഈ യഥാർത്ഥ ആൻസർ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ √56 യഥാർത്ഥ ഉത്തരം എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 7.48 നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. 7.48 നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആയടെ? നമുക്കത് ഏകദേശം ഒരു വില നൽകിയിരിക്കുക 7.5 7.48 7.5 ഏകദേശം ഒരു വില നമുക്ക് എന്താണ് √56 ഏകദേശം വില 7.5 ആണ്. ക്ലിയർ ആയ? ആ കാൽക്കുലേറ്റർ നോക്കി പറഞ്ഞ ആൾ ഓടിയാളെ ഒരു വിവരമില്ല. അഖിലെന്നങ്ങാണ്ട അതിന്റെ പേര്. അഖില ഉണ്ടോ? അത് ലെഫ്റ്റ് ആയാ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഡിവിഷനാണ് നോക്കേണ്ടത്. ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തീരത്തില്ല. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ ഓക്കെയാണോ? തുടങ്ങിക്കാൻ പോകണം. നമുക്കൊരു സംഖ്യ 5 കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഒരു സംഖ്യ നമുക്ക് 5 കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നോക്കിയോ. ഒന്നാമത് 135 75 രണ്ട് നമ്പർ മാത്രം. ഡിവൈഡ് ബൈ 5 പെട്ടെന്ന് ചെയ്താണ്. എനിക്ക് സെക്കൻഡ് ഒക്കെ ഇത് ആൻസർ ചെയ്യാൻ കിട്ടും. സെക്കൻഡ് ഒക്കെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ഓണോ പറയട്ടെ. വെറുതെ ഡിവൈഡ് നോക്കണ്ട, ഒരേ ഒരു കാര്യം മാത്രം കൂടെ ആലോചിച്ചാൽ മതി. ഓക്കെ 27. രണ്ടാമത്തെ ആൻസർ 15. മൂന്നാമത്തെ ആൻസർ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മാർഗം പറഞ്ഞു കേട്ടാ. നിങ്ങളെല്ലാം ഡിവൈഡ് ചെയ്യാൻ നോക്കിയതല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. 35. 35ന്റെ ഇരട്ടി എത്രയാണ്? 35ന്റെ നേരെ ഇരട്ടി എത്രയാണ്? 35ന്റെ ഇരട്ടി 35ന്റെ ഇരട്ടി 70 അല്ലെ? 35ന്റെ ഇരട്ടി എത്രയാണ്? 70 ആണ്. 5 കൊണ്ട് വായിക്കാൻ പറഞ്ഞതായി അവസാന സംഖ്യ അങ്ങ് മാറ്റിയാൽ ബാക്കി എത്ര കിട്ടും? 7. ഉത്തരം എത്ര? 7 ആണ് ഉത്തരം. 35 ഭാഗം 5. 35ന്റെ ഇരട്ടി എടുക്കുക. അവസാന സംഖ്യ എന്ത് ചെയ്യുക? 0 ആണെങ്കിൽ അങ്ങ് ഒഴിവാക്കുക. 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ആൻസർ ആയി 7. അതെ 75ന്റെ ഇരട്ടി എത്ര? 75ന്റെ ഇരട്ടി 75ന്റെ ഇരട്ടി എത്ര? 150 അല്ലെ? 75ന്റെ ഇരട്ടി എത്ര? 180 ആണ്. അവസാന സംഖ്യ 0 ആണ്. 0 ഒഴിവാക്കി ആൻസർ ആയി 15. സിമ്പിൾ അല്ലേ?
അടുത്ത 135. 135 ഇരട്ടി എത്ര? 135 ഇരട്ടി 270 അല്ലേ? 270. അവസാന സംഖ്യ 0 0 ഒഴിവാക്കി ആൻസർ ആയി 27. ഇത് അവസാനം 0 വന്നിട്ട് നമ്മളെല്ലാം രക്ഷപ്പെട്ടു അല്ലേ? 0 മാത്രം ഒഴിവാക്കിയാൽ മതി. ഇനി 0 അല്ലാത്ത സംഖ്യ വന്നു കഴിഞ്ഞാൽ ഉദാഹരണം നോക്കാം. 44 × 5 ആദ്യം സിമ്പിൾ ആയിട്ട് 23 × 5 44 × 5 82 × 5. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും സിമ്പിൾ ആണ്. 23ന്റെ ഇരട്ടി എത്രയുണ്ട്? 23ന്റെ ഇരട്ടി എന്നാലോചിച്ച് 23ന്റെ ഇരട്ടി പോയാ 22 46 അല്ലേ? 46 ഗ്യാപ്പിട്ട് ഇടണമെന്നേ ഉള്ളൂ. ഇടയ്ക്ക് പോയിന്റ് ഇട്ടെടുത്താൽ ഒരു സംഖ്യ മാറ്റി പോയിന്റ് ഇട്ട് ആൻസർ ആയി 4.6. ഒറ്റ സംഖ്യ മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. അവിടെ 44ന്റെ ഇരട്ടി എത്രയാണ്? 44ന്റെ ഇരട്ടി 88. ലാസ്റ്റ് നമ്പർ മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക 8.8 ആൻസർ ആയി. അടുത്ത 82ന്റെ ഇരട്ടി 164 അവസാന നമ്പർ മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക 16.4. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിൾ അല്ലേ? 5 തൊട്ട് വായിക്കാൻ സിമ്പിൾ ആണോ അല്ലയോ? അപ്പൊ അവസാന സംഖ്യ 0 ആണെങ്കിൽ 0 ഒഴിവാക്കാൻ എഴുതുക. അല്ലാത്ത സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്യുക? ലാസ്റ്റ് നമ്പർ മാറ്റി എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം? 5 തൊട്ട് വായിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ നമ്മൾ ഇന്നോട്ട് എന്ത് ചെയ്യാണ്? അടുത്ത ക്ലാസ്സിന്റെ ഒരു സ്റ്റാർട്ടിങ് വെച്ചിരിക്കുകയാണ്. ഡിവിഷൻ. എന്താണ് സ്റ്റാർട്ടിങ് വെച്ചിരിക്കുന്നത്? ഡിവിഷൻ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത് 9 കൊണ്ട് 99 ഡിവൈഡ് ചെയ്യാൻ എളുപ്പമുള്ള മാർഗം. അതിനുശേഷം ബാക്കിയുള്ള ഏത് നമ്പർ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് മാത്രം ചെയ്യുക. തിരിച്ച് പാടുള്ള കേസുകളാണ് ഇനി പറയാൻ പോകുന്നത്. പക്ഷേ 5 കൊണ്ട് വായിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ക്ലിയർ ആയത്? കുഞ്ഞ് 2 കണക്കൂടെ നമ്മൾ ചെയ്തപ്പോൾ നോക്കാം. സിമ്പിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കില്ല. ഒരു 6 ചോദ്യം പെട്ടെന്ന് ചെയ്താൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. 23/5, 38/5, 49/5, 72/5, 84/5, 45/5. അടുത്ത 38/5. 38 എത്ര? 76. 616 76 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക 7.6 ആൻസർ ആയി. അടുത്ത 49 × 5. 49 എത്ര? 98 ആണ്.
ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, ആൻസർ ആയി 9.8. അടുത്ത 72ന്റെ ഇരട്ടി എത്ര? 144 ആണല്ലേ. 2 2 4 7 2 14 144 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, 14.4. അടുത്ത 84ന്റെ ഇരട്ടി 168, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, ആൻസർ ആയി 16.8. അടുത്ത 45ന്റെ ഇരട്ടി 90 ആണ്. അവസാന സംഖ്യ വേണ്ട, ബാക്കി ആൻസർ എത്ര? 9. അത്രയും ശരിയായവർ എത്രയുണ്ട്? ഫുള്ള് ശരിയായവര്. ഇപ്പൊ തംസ പഠിച്ച ഫുള്ള് ശരിയായവര് ഇതെങ്ങനെ എളുപ്പമുണ്ട് സാധനം. ഞാൻ അറിയുന്നില്ലല്ലോ, എല്ലാരും തംസ പഠിച്ചോണ്ടിരിക്കും. എല്ലാരും ബുക്കിട്ട് ഇപ്പൊ ചെയ്തതിന് പടം എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാവും.